ലോ അക്കാദമി നാളെ തുറക്കാനുറച്ച് മാനേജ്മെന്റ് ക്ലാസ് തുടങ്ങാനുള്ള നീക്കത്തെ എന്ത് വില കൊടുത്തും നേരിടുമെന്നാണ് VM സുധീരൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞത്. വിദ്യാർത്ഥി സമരം ഇന്ന് 26ാം ദിവസത്തിലേക്ക് അതേസമയം കടക്കുകയാണ്. അടിയന്തര സിൻഡിക്കേറ്റ് യോഗം നാളെ ചേരുന്നുണ്ട്. ശക്തമായ നിലപാടുമായി വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകുമ്പോൾ സിൻഡിക്കേറ്റ് നാളെ ചേരാൻ പോകുന്നു. നാളെ വിദ്യാർത്ഥികൾ കോളേജിലേക്ക് എത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന ആശങ്കയാണ് പലർക്കുമുള്ളത്. തടയില്ല വിദ്യാർത്ഥികളെ എന്ന് ഉറപ്പ് പറയുന്നുണ്ട് സമരക്കാർ. അതേസമയം എന്ത് വില കൊടുത്തും ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന നിലപാട് തന്നെയാണ് സമരം ചെയ്യുന്ന വ്യക്തികളൊക്കെയും പറയുന്നത്. സുനിൽ അരുമാരൂർ ചേർന്നു വിശദാംശങ്ങളുമായി. സുനിൽ, കോളേജിലെ പൊതുസ്ഥിതി എങ്ങനെയാണ്? നാളെ ഇനി കോളേജ് തുറക്കാൻ പോകുന്ന സാഹചര്യം എന്താണ് സംഭവിക്കാൻ പോകുന്ന തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ആശങ്ക വിവിധ രാഷ്ട്രീയ നേതാക്കൾ നമ്മോടൊപ്പമാണ് അല്പസമയം മുമ്പ് പങ്കുവെച്ചത്. ഇത്തരത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നാളത്തെ സംഭവവികാസങ്ങൾ എങ്ങനെയായിരിക്കും? തീർച്ചയായും ശക്തമായിട്ടുള്ള സമരവുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് വിദ്യാർത്ഥി പ്രതിനിധികളുമായി തന്നെ നേരത്തെ അവർ പരസ്പരം ചർച്ചകൾ നടത്തിയിരുന്നത്. കാരണം 26ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഒരു പശ്ചാത്തലവും നാളെ കോളേജിൽ ക്ലാസ് ആരംഭിക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നതുമാണ് വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കിയിട്ടുള്ളത്. 80%-ലധികം വിദ്യാർത്ഥികളും സമരവുമായി തന്നെ സഹകരിച്ച് പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ പറയുന്നത്. കുറച്ച് ശതമാനം വിദ്യാർത്ഥികൾ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ. അതും ചിലയിടത്ത് വീട്ടിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഇവർ കരുതുന്നുണ്ട്. ഇതേ സമയം തന്നെ കൂടുതൽ പോലീസിനെ സുരക്ഷയ്ക്കായി ഒരുക്കാൻ പോലീസും തീരുമാനിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന് പൂർണ്ണ പിന്തുണയുമായി തന്നെ കോൺഗ്രസ് നിൽക്കുമെന്ന് കോൺഗ്രസിന്റെ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ BJPയും വിദ്യാർത്ഥി സമരത്തിന് ആഭിമുഖ്യം പ്രഖ്യാപിച്ച് തന്നെ രംഗത്തുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ചർച്ച എന്നുള്ളത് ഏത് തരത്തിൽ ഉണ്ടാകും എന്നുള്ളതും വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഏതായാലും SP നായർ രാജിവെക്കുന്നവരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ശരി, സുനിലാണ് വിവരങ്ങൾ നൽകിയത്. ലോ അക്കാദമിയിൽ ബലപ്രയോഗത്തിലൂടെ ക്ലാസുകൾ നടത്താമെന്ന വ്യാമോഹം വേണ്ടെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ പീപ്പിളിനോട് പറഞ്ഞു. സർക്കാർ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ന്യായമായ കാര്യം. പ്രശ്നം പരിഹരിക്കാതെ ബലപ്രയോഗത്തിലൂടെ ക്ലാസുകൾ നടത്തിയെടുക്കാം എന്നൊരു വ്യാമോഹം അവർക്കുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ തെറ്റായിരിക്കും പറ്റുന്നത്. അങ്ങനെ അവർ ചിന്തിക്കരുത്. അതിനു പകരം പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കട്ടെ. ലോ അക്കാദമി സമരത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് K മുരളീധരൻ പറഞ്ഞു. പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരമുണ്ടാകുമെന്നും മുരളീധരൻ പീപ്പിളിനോട് പറഞ്ഞു. കുട്ടികളെടുക്കുന്ന തീരുമാനങ്ങൾക്ക് പിന്തുണയുണ്ടാവും. പക്ഷേ ഞങ്ങൾ ആരെയും തടയാനും പിടിക്കാനും പോകുന്നില്ല. പക്ഷേ കുട്ടികളെ അങ്ങനെ തടയുകയും അതിൻ്റെ പേരിൽ സംഘർഷം ഉണ്ടാവുകയും ചെയ്താൽ ഞങ്ങൾക്കതിൽ ഉത്തരവാദിത്വമില്ല. കാരണം ഗവൺമെൻറ് ചെയ്യേണ്ട യുദ്ധത്തിന് പോവല്ല. കുട്ടികളെ വിളിച്ച് ചർച്ച അവരുടെ ആവശ്യം അംഗീകരിക്കണം. AIADMK MLA-മാരുടെ യോഗം അല്പസമയത്തിനകം ചെന്നൈയിൽ നടക്കും. എല്ലാ MLA-മാരോടും യോഗത്തിൽ പങ്കെടുക്കാൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ ശശികലയ്ക്കെതിരെ പരിഹാസവുമായി DMK നേതാവ് MK സ്റ്റാലിൻ രംഗത്തെത്തി. ജയലളിതയുടെ വീട്ടുവേലക്കാരിയെ മുഖ്യമന്ത്രിയാക്കാനല്ല തമിഴ്നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്തതെന്ന് സ്റ്റാലിൻ പറഞ്ഞു. PSCക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ പരിശോധിക്കാൻ വിജിലൻസിന് അധികാരമുണ്ടെന്ന് നിയമോപദേശം. PSCയും വിജിലൻസും തമ്മിൽ ഭിന്നത നിലനിൽക്കുന്നതിനിടെയാണ് വിജിലൻസ് ഡയറക്ടർക്ക് നിയമോപദേശം ലഭിച്ചത്. അഴിമതി ആരോപണങ്ങൾ ഉയർന്നാൽ വിജിലൻസിന് അന്വേഷിക്കാവുന്നതാണെന്നും നിയമോപദേശത്തിൽ പറയുന്നു. PSCക്കെതിരെ അഴിമതി ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ PSCയുടെ ആലപ്പുഴ ഓഫീസിൽ വിജിലൻസ് നേരത്തെ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ആഭ്യന്തര വിജിലൻസ് PSCക്ക് ഉണ്ടെന്നിരിക്കെ ഇത്തരം പരിശോധനകൾ തങ്ങളുടെ അധികാരപരിധിയിലേക്കുള്ള കൈകടത്തലാണെന്ന് PSC ആരോപിച്ചിരുന്നു. വിജിലൻസ് നിലപാടിനെതിരെ PSC സർക്കാരിന് പരാതിയും നൽകി. ഇതേ തുടർന്നാണ് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് നിയമോപദേശം തേടിയത്. അഴിമതിയടക്കമുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന് വിജിലൻസിന് അധികാരമുണ്ടെന്നും സ്വയംഭരണ സ്ഥാപനമായ PSCയിലും സമാന അധികാരം വിജിലൻസിന് നിലനിൽക്കുന്നതായും ലഭിച്ച നിയമോപദേശത്തിൽ പറയുന്നു. നിയമോപദേശം ലഭിച്ച പശ്ചാത്തലത്തിൽ PSCയുടെ ഭാഗമായി ഉയർന്ന പരാതികളും അന്വേഷിക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചിയിൽ നടന്നുവരുന്ന DYFI അഖിലേന്ത്യാ സമ്മേളനം വമ്പിച്ച യുവജന റാലിയോടെ ഇന്ന് സമാപിക്കും. പുതിയ ഭാരവാഹികളെ ഇന്ന് തിരഞ്ഞെടുക്കും. വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഇനി പ്രതിനിധി സമ്മേളനമൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ ഇനിയുള്ള ഭാരവാഹി പ്രഖ്യാപനമാണ് അടുത്തുള്ളത്. അതിനുശേഷം മഹാറാലിയോടുകൂടി തന്നെ യുവജന റാലിയോടെ സമാപനത്തിലെ സമ്മേളനത്തിലേക്ക് കടക്കും. ഒരുക്കങ്ങളൊക്കെ എങ്ങനെ? പ്രതീക്ഷ ഏതാണ്ട് പ്രതിനിധി സമ്മേളനം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. പ്രതിനിധി സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു എന്ന് പറയാം. ഇനി പുതിയ സംഘടനാ ഭാരവാഹികളെ നിശ്ചയിക്കുന്നത് മാത്രമാണ് അവശേഷിക്കുന്ന ചടങ്ങ് പൂർത്തിയാക്കാനുള്ളത്. അല്പം മുമ്പ് DYFIയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന MA ബേബി
സമ്മേളനത്തിൽ പ്രതിനിധികളെ അഭിവാദ്യം ചെയ്ത് പ്രസംഗിച്ചു. ഇനി പുതിയ ഭാരവാഹികളെ നിശ്ചയിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാലുടൻ തന്നെ ഏതാണ്ട് 2 മണിയോടുകൂടി പുതിയ ഭാരവാഹികൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. അതോടുകൂടി ഏതായാലും കഴിഞ്ഞ 4 ദിവസമായി കൊച്ചിയിൽ നടന്നു വരുന്ന പ്രതിനിധി സമ്മേളനത്തിന് സമാപനമാവുകയും ചെയ്യും. ഉച്ചയ്ക്ക് ശേഷമാണ് പൊതുസമ്മേളനം പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 5 മണിയോടുകൂടി മറൈൻ ഡ്രൈവിലെ ഫിഡൽ കാസ്ട്രോ നഗറിൽ പൊതുസമ്മേളനം ആരംഭിക്കും. ഏതാണ്ട് 1 ലക്ഷത്തോളം യുവജനങ്ങൾ എറണാകുളം ജില്ല മാത്രം കേന്ദ്രീകരിച്ച് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാത്രമായി ഏതാണ്ട് 1 ലക്ഷത്തോളം യുവജനങ്ങൾ അണിനിരത്തി വലിയ ഒരു യുവജന റാലിയാണ് സംഘാടകർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രകടനം ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം എറണാകുളം പോലുള്ള നഗരത്തിൽ അതീവ ഗതാഗത കുരുക്ക് ഒക്കെ അനുഭവപ്പെടുന്ന ഒരു നഗരത്തിൽ ഒരു പ്രകടനം നടത്തിയാൽ 1 ലക്ഷത്തോളം യുവജനങ്ങൾ അണിനിരുന്ന ഒരു പ്രകടനം നടത്തിയാൽ ഉണ്ടാകുന്ന ഗതാഗത പ്രശ്നങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രകടനം ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഡെലിഗേറ്റുകൾ ഈ സമ്മേളനത്തിൽ കഴിഞ്ഞ 5 ദിവസങ്ങളായി പങ്കെടുക്കുന്ന ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള പ്രതിനിധികൾ മാത്രം രാജേന്ദ്ര മൈതാനിയിൽ നിന്നും പ്രകടനമായി മറൈൻ ഡ്രൈവിലെ ഫിഡൽ കാസ്ട്രോ നഗറിൽ എത്തിച്ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് മാത്രമായിരിക്കും ഒരു പ്രകടനം എന്ന് പറയുക. ബാക്കി എല്ലാ ഡിവൈഎഫ്ഐ പ്രവർത്തകരോടും ഫിഡൽ കാസ്ട്രോ നഗറിൽ മറൈൻ ഡ്രൈവിൽ എത്തിച്ചേരാനാണ് അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് 5-5:30 തന്നെ പൊതുസമ്മേളനം ആരംഭിക്കും. സീതാറാം യെച്ചൂരി MP-യാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ഉപമുഖ്യമന്ത്രി പിണറായി വിജയൻ, MAVP തുടങ്ങി പ്രമുഖരും ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 5 ദിവസങ്ങളായി കൊച്ചിയിൽ സമ്മേളനം നടന്നു വരികയാണ്. സമകാലികമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യുവജനങ്ങൾ നേരിടുന്ന ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യങ്ങളിൽ യുവജനങ്ങൾ നേരിടുന്ന ഒട്ടനവധി വിഷയങ്ങളെ സംബന്ധിച്ച് DYFI അവരുടെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം ചില നിർണായകമായ ഭരണഘടനാ ഭേദഗതികളും കൂടി ഈ സമ്മേളനം പാസ്സാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംഘടനയുടെ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റികളിൽ 20% സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള ഭരണഘടനാ ഭേദഗതിയാണ്. അതൊരു നിർണായകമായ ചുവടുവയ്പ്പാണ് എന്ന തരത്തിൽ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു. സംഘടനയുടെ നേതൃത്വത്തിൽ 20% ഇനി സ്ത്രീകളായിരിക്കും, യുവതികളായിരിക്കും DYFI എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും 2 മണിയോടുകൂടി പ്രതിനിധി സമ്മേളനത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും അവസാനിച്ച് വാർത്താ സമ്മേളനം അവസാനിപ്പിക്കാനാണ് സംഘാടകരുടെ തീരുമാനം. വൈകിട്ട് 5 മണിയോടുകൂടി പൊതുസമ്മേളനം ആരംഭിക്കുകയും ചെയ്യും. സാലിയാണ് വിവരങ്ങൾ നൽകി. 10ാമത് അഖിലേന്ത്യാ DYFI സമ്മേളനത്തിന് ആവേശം പകർന്ന വിദേശ പ്രതിനിധികളും ചർച്ചകളിൽ പങ്കാളികളായി. ഓസ്ട്രേലിയ, ഗ്രീസ്, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ എത്തിയത്. കേന്ദ്ര സർക്കാർ വിസ നിഷേധിച്ചതിനാൽ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നേരിട്ടെത്താനായില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ യുവജന സംഘടനയുടെ പ്രവർത്തനങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളും നേരിട്ടറിയാൻ ലഭിച്ച അവസരം പ്രയോജനപ്പെടുത്തി നിരവധി വിദേശ പ്രതിനിധികളാണ് സമ്മേളനത്തിനായി എത്തിയത്. ഓസ്ട്രേലിയ, ഗ്രീസ്, ബംഗ്ലാദേശ്, ശ്രീലങ്ക, പോർച്ചുഗൽ, ക്യൂബ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് യുവജന സംഘടനാ നേതാക്കൾ പങ്കാളികളായത്. സമ്മേളന നഗരിയിൽ 3ാം ദിനമാണ് വിദേശ പ്രതിനിധികൾക്കായി സെമിനാറുകളും പ്രത്യേക സെഷനുകളും സംഘടിപ്പിച്ചത്. അന്താരാഷ്ട്ര വിഷയങ്ങൾക്കൊപ്പം രാജ്യത്തിനുള്ളിലെ സാമൂഹിക പ്രശ്നങ്ങളിലും നടത്തിയ ചർച്ചകൾ ശ്രദ്ധേയമായെന്ന് പ്രതിനിധികൾ പറയുന്നു. Yes, I'm here representing the Portuguese communist youth. Almost as important as the speeches is to speak with the people, to know, and I feel that there is a very open spirit and solidarity spirit here in this conference of the DYFI. So it's been very interesting. പാകിസ്ഥാൻ അടക്കം നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് ക്ഷണം നൽകിയെങ്കിലും കേന്ദ്രം വിസ നിഷേധിച്ചതിനാൽ പലർക്കും എത്തിച്ചേരാനായില്ല. വിവിധ രാജ്യങ്ങളിലെ യുവജന സംഘടനകൾ സമ്മേളനത്തിന് ആശംസകൾ അറിയിച്ച വീഡിയോ സന്ദേശങ്ങൾ കൈമാറി. ക്യാമറമാൻ PP സലീമിനൊപ്പം CG ദിൽജിത്ത്. അർബുദ രോഗികൾക്ക് സാന്ത്വനവുമായി DYFIയുടെ സാമ്പത്തിക സഹായം. കൊച്ചിയിൽ നടക്കുന്ന അഖിലേന്ത്യാ സമ്മേളനത്തിനെത്തിയ പ്രതിനിധികൾ 1 ലക്ഷത്തിലധികം രൂപയും സ്വർണ്ണാഭരണങ്ങളുമാണ് ചികിത്സയ്ക്കായി നൽകിയത്. കഴിഞ്ഞ ദിവസം നടന്ന അവയവദാന സമ്മതപത്രം ഒപ്പുവെച്ചതിന് പിറകെ മറ്റൊരു മാതൃകാപരമായ കർമ്മത്തിനു കൂടി സാക്ഷിയായി DYFI അഖിലേന്ത്യാ സമ്മേളന വേദിയായ രോഹിത് വെമുല നഗർ. നിർധന കുടുംബത്തിലെ അർബുദ രോഗികൾക്ക് കൈത്താങ്ങായി സമ്മേളനത്തിനെത്തിയ പ്രതിനിധികളുടെ ധനശേഖരണം. വ്യക്തികൾക്ക് പുറമെ കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും സഹായ വാഗ്ദാനങ്ങളുമായി മത്സരിച്ചപ്പോൾ ഞൊടിയിടയിൽ 1,06,242 രൂപയാണ് പിരിഞ്ഞുകിട്ടിയത്. Central Executive Committee will contribute ₹10,000. Then the Kerala State Committee of DYFI will contribute ₹10,000. Kannur District Committee of Kerala, Comrade Regina and Comrade Fasila, a member of Malappuram District Committee of Kerala, both of them have announced that they will contribute their hair to cancer patients for making big. DYFI കേരള സംസ്ഥാന സമിതി അംഗം ജിജി സ്വർണ്ണമോതിരമാണ് സംഭാവനയായി നൽകിയത്.
സഹായം എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഡാലിയയ്ക്ക് കൈമാറി. പരിപാടിക്ക് MP രാജേഷ് MP, അബോയ് മുഖർജി, P രാജീവ്, M സ്വരാജ് MLA തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. RSS സംഘപരിവാർ ശക്തികളുടെ വർഗീയതയ്ക്കെതിരെ ദളിത് മുസ്ലിം സംഘടനകളും കമ്മ്യൂണിസ്റ്റുകളും ഒന്നിക്കണമെന്ന് രോഹിത് വെമുലയുടെ അമ്മ രാധിക വിമുല. സമത്വത്തിനുള്ള പോരാട്ടങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും അവർ കൊച്ചിയിൽ പറഞ്ഞു. DYFI സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അവർ. മകൻ രാജാ വിമുലയും സെമിനാറിൽ പങ്കെടുത്തു. പീപ്പിൾ TV ഇമ്പാക്ട്. ചീമേനി തുറന്ന ജയിലിൽ ഗോപൂജ നടത്തിയത് അന്വേഷിക്കാൻ ജയിൽ DGPയുടെ ഉത്തരവ്. ജയിലിൽ ചട്ടങ്ങൾ ലംഘിച്ച് പൂജ നടത്തിയ വാർത്ത പീപ്പിൾ TV രാവിലെ പുറത്തുവിട്ടിരുന്നു. ജയിൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് പൂജ നടത്തിയത്. കർണാടകയിൽ നിന്നുള്ള RSS നേതാക്കളെ പങ്കെടുപ്പിച്ചാണ് പൂജ നടന്നത്. ചീമേനി തുറന്ന ജയിലിൽ ഫെബ്രുവരി 1 ഗോപൂജ നടന്നത്. കർണാടകയിലെ ഹൊസനഗര രാമചന്ദ്രപുര മഠാധിപതി രാഘവേശ്വര ഭാരതി സ്വാമികളുടെ നേതൃത്വത്തിലായിരുന്നു പൂജ. ജയിൽ സൂപ്രണ്ട് AG സുരേഷ്, ജോയിന്റ് സൂപ്രണ്ട് KV ജഗദീശൻ എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു ചടങ്ങുകൾ. പൂജയുടെ ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭിച്ചു. പൂജയ്ക്ക് മുന്നോടിയായി ജയിലിലെ BJP RSS തടവുകാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സൂപ്രണ്ടിന്റെ മുറിയിൽ ക്ലാസും നടത്തി. സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ബിജു രാധാകൃഷ്ണനെ സ്വാധീനിക്കാൻ ശ്രമിച്ച വിവാദത്തിലായ ഉദ്യോഗസ്ഥനാണ് AG സുരേഷ്. ജോയിന്റ് സൂപ്രണ്ട് KV ജഗദീശൻ നടുവിൽ നടന്ന RSS ആയുധ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെ ഈ രണ്ടുപേർ ചേർന്നാണ് പൂജ നടത്തിയത്. പൂജ നടത്താനെത്തിയ മഠാധിപതിയുടെ കൂടെ കർണാടകയിൽ നിന്നുള്ള 25ഓളം RSS പ്രവർത്തകരും ഉണ്ടായിരുന്നു. PV കുട്ടൻ, കോഴിക്കോട്. കാരുണ്യ മേഖലയിൽ പുതിയ മാനം നൽകി ജോസുകുട്ടി ഫൗണ്ടേഷൻ കുണ്ട്രയിൽ പ്രവർത്തനം തുടങ്ങി. CPM കുണ്ട്ര ഏരിയ സെക്രട്ടറി ആയിരുന്ന M ജോസുകുട്ടിയുടെ സ്മരണാർത്ഥം രൂപീകരിച്ച ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം മുക്കടയിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നിർവഹിച്ചു. ജോസുകുട്ടിയുടെ 4 പതിറ്റാണ്ട് കാലത്തെ ഐതിഹാസിക ജീവിതത്തിന്റെ ജനകീയ അംഗീകാരമായിരുന്നു ഫൗണ്ടേഷൻ ഉദ്ഘാടന സ്ഥലത്തേക്കുള്ള ജനസാഗരം. സാംസ്കാരിക സാമുദായിക മേഖലയിൽ നിന്നടക്കം ജോസുകുട്ടിയിലെ ജനനായകനെ അടുത്തറിഞ്ഞിട്ടുള്ള നാനാതുറകളിൽ നിന്നുള്ള ബഹുജനങ്ങൾ കുണ്ടറ മുക്കട ജംഗ്ഷനിൽ തടിച്ചുകൂടി. വിദ്യാഭ്യാസ, സാംസ്കാരിക, ആരോഗ്യ മേഖലയിലടക്കം 17ഓളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഫൗണ്ടേഷന്റെ പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫൗണ്ടേഷന്റെ ലോഗോ സീതാറാം യെച്ചൂരി പ്രകാശനം ചെയ്തു. ഫൗണ്ടേഷന്റെ സേവനത്തിനായി പ്രവാസി വ്യവസായി തസീം വാങ്ങി നൽകിയ ആംബുലൻസിന്റെ താക്കോൽദാനം ജോസുകുട്ടിയുടെ ഭാര്യ മോളി മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് നൽകി നിർവഹിച്ചു. ഫൗണ്ടേഷൻ വിദ്യാഭ്യാസ എൻഡോമെന്റ് SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ 4 വിദ്യാർത്ഥികൾക്ക് നൽകി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ഗുരുദാസൻ നിർവഹിച്ചു. കയർ ഫണ്ടിന്റെ സഹായത്തോടെ കയറിൽ തീർത്ത ഉപഹാരം സീതാറാം യെച്ചൂരിക്ക് MABB സമ്മാനിച്ചു. യോഗത്തിൽ ഫൗണ്ടേഷൻ ചെയർമാൻ MABB അധ്യക്ഷനായി. CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ, SL സജികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വെള്ളൂരിലെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് സ്വകാര്യവൽക്കരണം വേഗത്തിലാക്കി കേന്ദ്ര സർക്കാർ. കമ്പനിയുടെ ആസ്തി വിവരങ്ങൾ കണക്കാക്കാൻ യോഗ്യരായ കമ്പനികളെ തേടി വിജ്ഞാപനമിറക്കി. കോട്ടയം ജില്ലയിലെ ഏക പൊതുമേഖലാ സ്ഥാപനമായ HNL സ്വകാര്യവൽക്കരണത്തിനെതിരെ തൊഴിലാളികളും സമരരംഗത്തേക്ക്. മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് 600 ഏക്കറിൽ 100 കോടി രൂപ മുതൽ മുടക്കി കേന്ദ്ര സർക്കാർ 1982 ആരംഭിച്ച ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിന് വളർച്ചയുടെയും വികസനത്തിന്റെയും പാതകൾ തരണം ചെയ്യാനുള്ള സാധ്യതകളും ശക്തിയുമുണ്ട്. നാളിതുവരെ ഉൽപാദന ലക്ഷ്യത്തിന് മുകളിൽ ഉൽപാദനം വർദ്ധിപ്പിച്ച് മിനിരത്ന കമ്പനിയിൽ ഇടം നേടിയ HNL 2012-13 വരെയുള്ള വർഷങ്ങളിൽ തുടർച്ചയായ ലാഭം നേടി. കമ്പനി ലാഭവിഹിതമായി 117 കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന് നൽകിയത്. ന്യൂസ് പ്രിന്റ് ഇറക്കുമതി ചുങ്കം കേന്ദ്ര സർക്കാർ പൂർണ്ണമായി എടുത്തുകളഞ്ഞതും കാലോചിതമായി കമ്പനിയെ വൈവിധ്യവൽക്കരിക്കാൻ തയ്യാറാകാത്തതും HNL-ന് തിരിച്ചടിയായി. 2012 മുതൽ 15 വരെ നഷ്ടമുണ്ടായി. 2015-16 അതെല്ലാം അതിജീവിച്ച് 1,42,00,000 രൂപ ലാഭം നേടിയ HNL ശക്തമായ തിരിച്ചുവരവ് നടത്തി. ഈ സാഹചര്യത്തിലാണ് HNL സ്വകാര്യവൽക്കരണവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് CITU ദേശീയ സെക്രട്ടറി K ചന്ദ്രൻപിള്ള പറഞ്ഞു. ഇറക്കുമതിയുടെ ഭീഷണിയിൽ നിന്ന്, ചിന്താശൂന്യമായ തീരുവ ഒഴിവാക്കലിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറുകയും കാലോചിതമായ വികസനത്തിന് സാങ്കേതികവിദ്യ അടക്കം സ്വീകരിക്കുന്നതിന് അവരെ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആവശ്യം. കമ്പനിയുടെ ആസ്തി വിവരങ്ങൾ കണക്കാക്കാൻ യോഗ്യരായ കമ്പനികളെ തേടി കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി. 2 മാസത്തിനകം ആസ്തികൾ കണക്കാക്കി കമ്പനി സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനാണ് കേന്ദ്ര നീക്കം. കമ്പനി സ്വകാര്യവൽക്കരണത്തിനെതിരെ CITU, INTUC, BMS എന്നീ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമരസമിതി പ്രക്ഷോഭത്തിലാണ്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോഴിക്കോട് പേരാമ്പ്രയിൽ ആരംഭിക്കുന്ന കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നാളികേരത്തിൽ നിന്നും വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നാളികേര കൃഷിക്ക് പ്രോത്സാഹനം നൽകുകയാണ് കമ്പനി ലക്ഷ്യം വയ്ക്കുന്നത്.
നാളികേര വികസന ബോർഡിന്റെ മേൽനോട്ടത്തിൽ നാളികേരത്തിൽ നിന്നും നിർമ്മിക്കാൻ കഴിയുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളും നിർമ്മിച്ച് വിപണിയിലെത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് കമ്പനിയുടെ പ്രവർത്തനം. 10 കോടി മൂലധനത്തിൽ ആരംഭിക്കുന്ന കമ്പനിയിൽ 220 നാളികേര സൊസൈറ്റികളും 15 ഫെഡറേഷനുകളും അംഗങ്ങളാണ്. കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ പിന്തുണ അറിയിച്ചു. വരും കാലത്തേക്ക് കൂടുതൽ പദ്ധതികൾ ഈ തേങ്ങ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നതും തേങ്ങയിൽ അധിഷ്ഠിതമായ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതുമായ പദ്ധതികൾക്ക് സർക്കാർ രൂപം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഓഹരി വിലയേക്കാൾ 3 രൂപ അധിക വിലയ്ക്കാണ് കമ്പനി നാളികേര കർഷകരിൽ നിന്നും നാളികേരം സംഭരിക്കുക. നീര ഹണി, നീര ഷുഗർ, വിനെഗർ, തേങ്ങാപ്പാൽ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളാണ് വിദേശ വിപണി ലക്ഷ്യമിട്ട് കമ്പനി ഉത്പാദിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിളയുടെ ബാലസാഹിത്യകാരൻ MS കുമാറിന്റെ എഴുത്തിന്റെ 50ാം വാർഷികം പട്ടാമ്പിയിലെ ജന്മനാടായ ഞാങ്ങാട്ടിരിയിൽ ആഘോഷിച്ചു. അരനൂറ്റാണ്ടിനിൽ 81 പുസ്തകങ്ങളാണ് MS കുമാർ രചിച്ചത്. ഭാരതപ്പുഴയുടെ തീരങ്ങളിലെ വിത്തുകൾ, ചരിത്ര സംഭവങ്ങൾ, പോരാട്ടങ്ങൾ, ചെറുത്തുനിൽപ്പുകൾ ഇവയെല്ലാം കുട്ടികൾക്ക് കഥാരൂപത്തിൽ പകർന്നു നൽകിയ നിളയുടെ ബാലസാഹിത്യകാരൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാണ് MS കുമാർ. ബാലസാഹിത്യ മേഖലയിൽ ഒരുപക്ഷെ ഇത്രത്തോളം മൗലികമായ കാഴ്ചപ്പാടോടുകൂടി സൃഷ്ടി നടത്തിയിട്ടുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും. എഴുത്തിന്റെ 50ാം വാർഷിക വേളയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ വാർത്തെടുത്തത് വായനയെ സ്നേഹിക്കുന്ന തലമുറകളെയാണ്. കുട്ടികൾക്കായി 6 പുസ്തകങ്ങൾ കൂടി പുറത്തിറക്കിക്കൊണ്ടാണ് MS കുമാർ എഴുത്തിന്റെ 50ാം വാർഷികം ആഘോഷിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട് ALP സ്കൂൾ ഇനി പൊതുജനങ്ങൾക്ക് സ്വന്തം സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിനോട് തോന്നിയ അനുഭവത്താൽ ഒരു സ്കൂളും അടച്ചുപൂട്ടരുതെന്ന് ആഗ്രഹിച്ച് സ്കൂൾ മാനേജറായ കൃഷ്ണ മാരാറാണ് തന്റെ വിദ്യാലയം സർക്കാരിന് നൽകിയത്. സ്കൂളിന്റെ താക്കോൽ മന്ത്രി KT ജലീലിന് പൊതുവേദിയിൽ വെച്ചാണ് കൃഷ്ണൻ മാരാർ കൈമാറിയത്. സാമ്പത്തിക നഷ്ടം, വിദ്യാർത്ഥികളുടെ കുറവ് തുടങ്ങിയ കാരണങ്ങളാൽ ഒരു വിദ്യാലയവും അടച്ചുപൂട്ടരുതെന്ന് ആഗ്രഹിച്ച അധ്യാപകന്റെയും ഒപ്പം മാനേജറുടെയും മനസ്സിന് സാക്ഷ്യം വഹിച്ച സദസ്സായി മാറുകയായിരുന്നു തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട് ഇൻഡോർ പാർക്കിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലെത്തിയ സദസ്സ്. 1 മുതൽ 4 വരെ 4 ക്ലാസുകളും 4 അധ്യാപകരും മാത്രമുള്ള കാഞ്ഞിരങ്ങാട് ALP സ്കൂളാണ് മാനേജറും സ്കൂളിലെ മുൻ അധ്യാപകനുമായിരുന്ന കൃഷ്ണമാരാർ സർക്കാരിന് സമർപ്പിച്ചത്. പരിസ്ഥിതിയിൽ മുൻപോട്ട് കൊണ്ടുപോയതിനെ കൊണ്ടാവില്ല, സാമ്പത്തിക ബാധ്യതയുണ്ട്. കുട്ടികൾ കുറവായതുകൊണ്ട് അത് അനാദായകരമാണെന്നെല്ലാം പറഞ്ഞിട്ട് പൂട്ടാനുള്ള ആലോചനയുണ്ട്. അത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് തൽക്കാലം സ്കൂളിൽ പോയവർ അങ്ങനെ നിൽക്കട്ടെ എന്ന് നടന്നു പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാനായിട്ട് കളയാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് സ്കൂളിന്റെ താക്കോൽ മന്ത്രി KT ജലീലിന് കൃഷ്ണമാരാർ കൈമാറി. പഠിക്കാൻ ശ്രമിക്കുകയും നൂതനമായ ആശയങ്ങൾ നമ്മുടെ അധ്യാപന ജോലിയിലേക്ക് വിളക്കി ചേർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അവിടെയാണ് നല്ല അധ്യാപകന്മാരുടെ പിറവി ഉണ്ടാവുന്നത്. 1921 ആരംഭിച്ച സ്കൂൾ 40-ൽ കൃഷ്ണമാരാർ ഏറ്റെടുക്കുകയായിരുന്നു. തലമുറകൾക്ക് വിദ്യാഭ്യാസം നൽകിയ വിദ്യാലയത്തിൽ 2000-2010 കാലഘട്ടത്തിൽ 7 ഡിവിഷനും 229 കുട്ടികളുമായി നല്ല നിലയിൽ നീങ്ങിയിരുന്നു. വിദ്യാഭ്യാസം ലാഭം ലക്ഷ്യമാക്കി നീങ്ങിയപ്പോൾ മറ്റ് മാനേജ്മെന്റ് സ്കൂളിനൊപ്പം വാഹനങ്ങൾ, ഇംഗ്ലീഷ് മീഡിയം ഇവ തേടി നാട്ടുകാരും വിദ്യാർത്ഥികളും പോയി. എന്നാൽ ജെയിംസ് മാത്യു MLA അടക്കം സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ട് കൃഷ്ണമാരാറെ കണ്ടപ്പോൾ സർക്കാരിന് നൽകാമെന്ന് അറിയിക്കുകയായിരുന്നു 97 കഴിഞ്ഞ ഈ മാതൃകാ അധ്യാപകൻ. 96 വർഷങ്ങളിലേറെയായി തലമുറകൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്ന കാഞ്ഞിരങ്ങാട് ALP സ്കൂളിന് ഇനി സർക്കാർ പുതുജീവൻ നൽകും. കാഞ്ഞിരങ്ങാട് നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.